നേരത്തെ കോൺഗ്രസ് പ്രതിനിധി പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. KPCC നേതൃത്വത്തിന് പരാതി കൊടുത്തപ്പോൾ അതിൽ നിലപാട് സ്വീകരിച്ചു, നടപടി സ്വീകരിച്ചു എന്ന്. നിങ്ങൾ 2021 വിജയേട്ടൻ നൽകിയ കത്തിൽ പറയുന്ന ഒരു വാചകം നോക്കൂ. IC ബാലകൃഷ്ണൻ MLA ആണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് IC ബാലകൃഷ്ണൻ MLA-യിൽ നിന്നും ആ പണം തിരികെ വാങ്ങി തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തത്. എന്നിട്ട് KPCC നേതൃത്വം IC ബാലകൃഷ്ണനെതിരെ നടപടി സ്വീകരിച്ചോ? ആ പണം തിരികെ വാങ്ങിക്കൊടുത്തോ? കൊടുത്തില്ല. അതാണല്ലോ ഈ രൂപത്തിൽ ഇത്ര 4 വർഷം പിന്നിടുമ്പോൾ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് അന്ന് കൊടുത്തിരുന്നെങ്കിൽ മരണത്തിനിരയാകേണ്ടി വരുമോ? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വയനാട് ജില്ലയിൽ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. കഴിഞ്ഞ 2023 KK അബ്രഹാം എന്ന് പറയുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നില്ലേ? അവിടെ ഇപ്പോഴും സജീവൻ കൊല്ലപ്പള്ളി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമുന്നതനായ വയനാട് ജില്ലയിലെ നേതാവ് ഇപ്പോഴും ജയിലില്ല. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമരം ചെയ്തതിന്റെ പേരിലല്ല. രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകൻ ഒരു 70,000 രൂപയുടെ വായ്പ എടുക്കുന്നു. എന്നാൽ 25 ലക്ഷം രൂപയായി ആ തുക മാറുന്നു. അത് ഇവർ വ്യാജരേഖ ചമച്ചുകൊണ്ട് അത് തട്ടിയെടുത്തതാണ്. അങ്ങനെ വലിയ രൂപത്തിലുള്ള തട്ടിപ്പണത്തിന്റെ KPCC ജനറൽ സെക്രട്ടറി പിന്നെ അവിടെ ജയിലിൽ കിടക്കേണ്ടി വരുന്നു. രാജേന്ദ്രൻ നായർ എന്ന കോൺഗ്രസ്സുകാരൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. നേരത്തെ 2015 PV ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മാനന്തവാടി മണ്ഡലം പ്രസിഡന്റിന് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. KK പൗലോസിനെതിരെ കത്തെഴുതി വെച്ചുകൊണ്ടാണ്, അന്നത്തെ DCC അധ്യക്ഷനെതിരെ കത്തെഴുതി വെച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്.